തൃശൂരിൽ ആദ്യത്തെ ലീഡ് 800 വോട്ടുകൾക്ക് വി എസ് സുനിൽകുമാർ. ആലത്തൂരിൽ രമ്യ ഹരിദാസ് ലീഡ് ചെയ്യുന്നു. പാലക്കാട് LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. എ വിജയരാഘവൻ ലീഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ലീഡ് നില പുരോഗമിക്കുന്നത്. 14-6. കഴിഞ്ഞ തവണത്തേക്കാൾ UDF-ന് 5 സീറ്റുകൾ കുറവാണ്, LDF-ന് 5 സീറ്റുകൾ കൂടുതൽ. പ്രേക്ഷകർക്ക് അത് കൃത്യമായി കാണാം. -5 UDF ഇപ്പോഴത്തെ നിലയിൽ, LDF +5. കഴിഞ്ഞ തവണ 1 സീറ്റ് നേടിയ LDF ഇത്തവണ 6 ലീഡ് ചെയ്യുന്നു, അതായത് +5. കഴിഞ്ഞ തവണ നേടിയ ആലപ്പുഴയിലല്ല, പുതിയ 6 മുന്നിൽ എന്നതും കൗതുകകരം. കൊല്ലത്ത് മുകേഷ് ലീഡ് ഉയർത്തുന്നു. 184 വോട്ടിലേക്ക് മുകേഷ് കൊല്ലത്ത് ലീഡ് ഉയർത്തുന്നുണ്ട്. കണ്ണൂരിൽ MP ജയരാജന്റെ ലീഡ് 526 കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ 644 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. വടകരയിൽ 950 ഷാഫി പറമ്പൽ വടകരയിൽ 954 ലീഡ് ഉയർത്തുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി സംശയമില്ല. കോഴിക്കോട് MK രാഘവൻ സംശയമില്ല. വലിയ തോതിൽ 13-7 എന്നുള്ള നിലയിൽ UDF 13, LDF 7. ആദ്യത്തെ ഫലസൂചന അനുസരിച്ച് ആറ്റിങ്ങലിൽ ലീഡ് നില മാറി തുടങ്ങുന്നു. ആറ്റിങ്ങലിൽ UDF ലീഡ് എടുക്കുന്ന കാഴ്ച ആറ്റിങ്ങലിൽ നിന്ന് വരുന്നു. UDF 21 വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടയ്ക്ക് പിടിച്ചു തുടങ്ങിയാണ്. ആറ്റിങ്ങലിലാണ് ആദ്യത്തെ ലീഡ് നില മാറിമറിയൽ ഉണ്ടാകുന്നത്. അവിടെ കനത്ത പോര് CPM-ൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലീഡ് നില മാറിമറിയുന്നു. 13-7 കേരളത്തിലെ 20 മണ്ഡലങ്ങളുടെ ആദ്യ ഫലസൂചനയിൽ. കർണാടകയിലെ ആദ്യത്തെ ഫലസൂചന വരുമ്പോൾ എക്സിറ്റ് പോളുകളെ ശരിവെക്കുന്ന വിധത്തിൽ NDA 6, കോൺഗ്രസ് 2 എന്നുള്ള നിലയിൽ കർണാടകയിൽ NDAയുടെ മുന്നേറ്റം. തമിഴ്നാട്ടിലെ ആദ്യത്തെ ലീഡ് AIADMK-ക്കല്ല, DMK-ക്കാണ്, ഇന്ത്യ മുന്നണിക്കാണ്. കർണാടകയിൽ NDA മുന്നേറുന്നു. ഉത്തർപ്രദേശിൽ 7-1 എന്നുള്ള നിലയിൽ BJP മുന്നണി മുന്നേറുന്നു. ഇങ്ങനെ കേരളത്തെ സംബന്ധിച്ച് 14-6 ആണ് ഇപ്പോഴത്തെ കണക്ക്. പലയിടത്തും ലീഡ് നില മാറുന്നു. ആറ്റിങ്ങലിൽ UDF ലീഡ് തിരിച്ചു പിടിക്കുന്നു എന്നുള്ളത് പ്രത്യേകം കാണണം. ആലപ്പുഴയിൽ 755 വോട്ടുകൾക്ക് KC വേണുഗോപാൽ, കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് 881 വോട്ടുകൾക്ക്, വയനാട്ടിൽ 845 വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് 217 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഷാഫി പറമ്പിൽ 950 വോട്ടുകൾക്ക് വടകരയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പാലക്കാട് 362 വോട്ടുകൾക്ക് എ വിജയരാഘവൻ വീണ്ടും മുന്നിൽ വന്നിരിക്കുകയാണ്. പാലക്കാട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ലീഡ് നിലയിൽ മാറ്റം വരികയാണ്. നിലവിൽ 13-7 എന്നുണ്ടായിരുന്നത് 14-6ലേക്ക് രവീന്ദ്രനാഥ് മുന്നിൽ. 116 വോട്ടുകൾക്ക് ചാലക്കുടിയിൽ C രവീന്ദ്രനാഥ് മുന്നിട്ട് നിൽക്കുകയാണ്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി തുടക്കം മുതൽ മുന്നിട്ട് നിൽക്കുന്നു. ശശി തരൂരിന് അനുകൂലമായാണ് തിരുവനന്തപുരത്തെ ആദ്യ ലീഡ് നില വന്നിരിക്കുന്നത്. ആറ്റിങ്ങലിൽ 172 വോട്ടുകൾ കടൂർ പ്രകാശ് മുന്നിൽ.